നമസ്കാരം. നമ്മുടെ യൂട്യൂബില് അംഗീകൃത അരിവേടുപ്പ് മൂട്ടകൾ ഉൾപ്പെടെ എല്ലാ മൂട്ടക്കുഞ്ഞുങ്ങളും ഇപ്പൊ മൃണാളിന്റെ പുറകെയാണ്. മൃണാൾ എവിടെ നോക്കിയാലും മൃണാളേ ഉള്ളൂ. മൃണാളിന്റെ ഹോട്ടലേ ഉള്ളൂ. മൃണാളിന്റെ ഹോട്ടലിലെ ഫുഡ് രീതികളേ ഉള്ളൂ. സത്യത്തില് ആഹാരം വലിയ താല്പര്യമില്ലാത്ത മൃണാൾ ആരാന്നോ ഇങ്ങനെയൊരു ഹോട്ടൽ ഉണ്ടോന്നോ തിരിച്ചറിയാത്ത ആൾക്കാർ പോലും ഇന്ന് മൃണാളിനെ അറിയുന്നു, മൃണാളിന്റെ ഹോട്ടലിനെ പറ്റി അറിയുന്നു, അവിടുത്തെ പ്രൈസിംഗ് രീതികളെ കുറിച്ച് അറിയുന്നു, വ്യത്യസ്തതയെ കുറിച്ച് അറിയുന്നു. വിചാരിക്കാതെ കിട്ടിയതാണെങ്കിലും മൃണാളിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനില്ല എന്ന അവസ്ഥയായി. വ്യക്തമായിട്ടുള്ള ആക്രമണം മൃണാളിന് നേരെ നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ എന്നറിയില്ല, കാരണം മൃണാളിന്റെ കയ്യിൽ പത്രം നല്ലതുപോലെ. പക്ഷെ പണ്ടൊരിക്കലും ഒരു ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നതിന്റെ ഇടയായിട്ട് ഇപ്പോൾ ഉള്ള സോക്കോൾഡ് സെലിബ്രിറ്റീസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ ആളാണ് മിസ്റ്റർ മൃണാൾ. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കുഴപ്പങ്ങളുണ്ടാവും, ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണ്. എന്നിരുന്നാലും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്തായാലും നല്ല രീതിയിൽ മൃണാളിന് പേരുദോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും ഒരു ബ്രാൻഡ് നെയിം ഏറ്റവും പബ്ലിസിറ്റി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് രജിസ്റ്റർ ആയ ഒരു നെയിം പോസിറ്റീവ്ലി മേക്കപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് ഇന്ന് കേരളത്തിലെ സമൂഹത്തിന്റെ മുന്നിലെന്ന് വളരെ വ്യക്തമാകുന്ന ഈ സാഹചര്യം നമ്മളെക്കാൾ ഏറെ പെട്ടെന്ന് മനസ്സിലാക്കാൻ മൃണാൾ എന്ന ബിസിനസ് മൈൻഡിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മൃണാൾ ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന അഹങ്കാരവും വീണ്ടും വീണ്ടും കുറ്റത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന രീതി ഒരുപക്ഷെ മൃണാളിന്റെ സ്ട്രാറ്റജി ആവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചുമ്മാ വിഡ്ഢികൾ ആവാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, മൃണാളിന്റെ ഹോട്ടലിനെ കുറിച്ച് പരാതികൾ പറഞ്ഞ ആരും മൃണാളിന്റെ അവിടെ കിട്ടുന്ന ആഹാരത്തിന്റെ ക്വാളിറ്റി ഫ്രഷ്നെസ്സിനെ കുറിച്ച് ഒരു പരാതിയായിട്ട് പറഞ്ഞില്ല. നമ്മുടെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഈ മൂട്ടക്കുഞ്ഞുങ്ങൾ ആരും അവിടെ നേരിട്ട് പോയി റിവ്യൂ ചെയ്തിട്ടുമില്ല. പിന്നെ ഇവന്മാർ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും 100% ഉറപ്പോടുകൂടി ഇത്രയും കുറ്റങ്ങൾ പറയുന്നത് എന്ന് അറിയില്ല. അതിന് ഒരേ ഒരു ധൈര്യമേ ഉള്ളൂ, അതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന മൂഢന്മാരായിട്ടുള്ള കുറെ വ്യൂവേഴ്സ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ അനലിസ്റ്റിന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു കാര്യം മാത്രം വ്യക്തമായി പറയാം, മൃണാൾ ഈ ഒരു പബ്ലിസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അങ്ങേര് ബിസിനസ്സിൽ കയറി വരും. മറ്റൊരു കാര്യം പറയാനുള്ളത്, മൃണാൾ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് മെത്തേഡ്, ഒരു ന്യൂ വേ ഓഫ് പ്രൈസിംഗ് മെത്തേഡ്, അത് ഒരുപക്ഷെ മറ്റ് റെസ്റ്റോറന്റ് ഓണേഴ്സിന് കല്ലുകടി ആവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് നേരിടുന്നത് അതായിരിക്കുമോ എന്നും സംശയം വെക്കാതിരിക്കാൻ വയ്യ. അവസാനമായി അടിവരയിട്ട് പറയട്ടെ, മൃണാളിന്റെ കയ്യിരിപ്പിന് മൃണാൾ അർഹിക്കുന്ന കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇത് ഭാവിയിൽ അങ്ങനെയൊക്കെ പോസിറ്റീവ് ആവും എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ബൈ.